ഹലോ, വെൽക്കം ടു ജാനകി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു യാത്രയിലാണ്. എവിടെയാണെന്ന് നമുക്കവിടെ ചെന്നെത്തിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ എത്താറായതേ ഉള്ളൂ. സ്ഥലം ഓൾമോസ്റ്റ് കാണുമ്പം പരിചയമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അത് ഇരിട്ടിയിലാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ വീട്ടിലോട്ടാണ്. കുറച്ചൊരു എമർജൻസി, കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഞാനിങ്ങനെ പെട്ടെന്ന് കയറി വന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ഇതിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ വണ്ടിയിലാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നത്. ഇവിടെ വന്ന് ഇത് ഓൾമോസ്റ്റ് ഒരു 2.5 years 3 yearsoളം ആയി ഞാൻ ഇവിടെ കണ്ണൂർക്ക് വന്നിട്ട് തന്നെ. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ പാടെ തന്നെ ഭയങ്കര ക്ഷീണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, കൂളാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു ഭയങ്കരമായിട്ട് കൂളായിട്ടുള്ള അന്തരീക്ഷമാണ്. കാരണം ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഫുള്ളും വണ്ടികളും ബഹളവും ഒക്കെയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല. ഫുൾ നേച്ചർ ബ്യൂട്ടി പ്ലേസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതായത് പെട്ടെന്ന് ഒരു ഭയങ്കര വണ്ടികളും ബഹളത്തിൽ നിന്നൊക്കെ മാറി ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയിൽ എത്തിയത് പോലെയാണ്. കാരണം ഫുൾ കാടും വീട്ടിൻ്റെ ചുറ്റും ചെടികളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നേരിതാ എൻ്റെ റൂമിലോട്ട് കയറിയപ്പോഴത്തേക്കുമാണ് നോക്കി ഒരു 2 years ആയി ഞാനിവിടെ വന്നിട്ട് തന്നെ. അപ്പോഴത്തേക്കും അതിനുശേഷം ഞാൻ AC വർക്കാകത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ AC എന്തെങ്കിലും ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സർവീസ് സെൻറ്ററിലൊക്കെ വിളിച്ചിട്ട് ഞാൻ നേരെ കുളിച്ചിട്ടൊക്കെ താഴെ വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും കിഴങ്ങറിയായിരുന്നു കഴിച്ചത്. അപ്പം കിഴങ്ങറിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന്, കാരണം ഒരു 2.5-3 വർഷത്തിന് ശേഷം വരുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെളിയിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണെങ്കിൽ നമ്മൾ മാറി നിന്നെടുത്തുനിന്ന് വീണ്ടും വരുമ്പോഴത്തേക്കും ചെറിയ മാറ്റങ്ങളാണ്. അപ്പോൾ പിന്നെ വർഷങ്ങളാകുമ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് വന്നിട്ട് മുതലേ തന്നെ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സ്റ്റൈൽ ഫുഡ് കിട്ടി കണ്ണൂർ സ്റ്റൈൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നു ചെറിയ മാറ്റങ്ങളൊക്കെയുണ്ടായി. അതിനുശേഷം ഞാൻ വീട്ടിൽ പുറകു വശത്തേക്ക് നടന്നില്ല. കാരണം നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞു ജീവികൾ കഴിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ പുറത്തോട്ടൊന്നും ഒരുപാട് നടന്നില്ല. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ എന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്ന വീഡിയോസൊക്കെ നോക്കാം. അപ്പോൾ തിരിച്ചകത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ച് ഇതിനകത്ത് ബേബീസിലായിട്ട് മാത്രം മതി എൻ്റെ അടുത്ത് വെച്ച് വറ്റിയെടുക്കുന്നുണ്ട്. നല്ല ചിക്കൻ കറിയായിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നപ്പോഴത്തേക്കും പുറത്ത് ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ പാർട്ടിയുടെ ഫോട്ടോസും അതൊക്കെ കേട്ടില്ല എടുത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ആയിരുന്നുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണുന്നത്